ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൺസോൾ ഫങ്ഷൻസ് ആണ്. കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന് നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണ് പഠിച്ചത്, ഗെറ്റ് കെയർ ഫങ്ഷനും പുട്ട് കെയർ ഫങ്ഷനും. ഇത് തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. ഗെറ്റ് കെയർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡിൽ കൂടി ഇൻപുട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. പുട്ട് കെയർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് കെയർ കഴിഞ്ഞുള്ള ആർഗ്യുമെൻ്റ് എന്തൊക്കെയാകാമെന്ന് പറഞ്ഞു. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആകാം, ഇൻറ്റിജർ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ആകാം. ഇങ്ങനെ ഉള്ളതിനെ നമ്മൾ കൊടുക്കുന്ന ഈ ക്യാരക്ടേഴ്സിനെ ഔട്ട്പുട്ട് ഡിവൈസിൽ, അതായത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മളിവിടെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നതെന്നും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. സ്ട്രീം ഫങ്ഷൻസ് നമുക്കറിയാം, നേരത്തെ പഠിച്ച കൺസോൾ ഫങ്ഷൻസിൻ്റെ അകത്ത് ക്യാരക്ടറിനെ മാത്രമേ എടുക്കത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മളവിടെ ക്യാരക്ടറിന് പകരം അവിടെ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ അകത്തെ ഫസ്റ്റ് ക്യാരക്ടർ മാത്രമേ എടുത്തുള്ളൂ. എന്നാൽ സ്ട്രീം ഫങ്ഷൻസ് അങ്ങനെയല്ല. എന്താണ് സ്ട്രീം ഫങ്ഷൻസ് എന്ന് നോക്കാം. സ്ട്രീം ഫങ്ഷൻ ഈസ് യൂസ് ടു പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടർ ആൻഡ് സ്ട്രിങ്സ്. ഇപ്പോൾ സ്ട്രീം ഫങ്ഷൻസിൻ്റെ പ്രത്യേകത, സ്ട്രീം ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടറും ഇൻപുട്ടോ അല്ലെ ഔട്ട്പുട്ടോ ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രിങ്ങും പറ്റും. രണ്ടും സാധ്യമാണ് സ്ട്രീം ഫങ്ഷനിൽ. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച കൺസോൾ ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ, കൺസോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഫോർ ക്യാരക്ടർ ഓപ്പറേഷൻസ് ഓൺലി. ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോൾ ഫങ്ഷൻസ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്ട്രീം ഫങ്ഷൻസ് അങ്ങനല്ല. സ്ട്രീം ഫങ്ഷൻസ് ഇറ്റ് ഈസ് യൂസ് ടു പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ്സ്. നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, നമ്മളിത് ഇതിൻ്റെ ഹെഡർ ഫയൽ അറിയാം. ഇതിൻ്റെ ഹെഡർ ഫയൽ IO സ്ട്രീമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത് IO സ്ട്രീം നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് CIനും COUട്ടും, ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും. അതിന് വേണ്ടിയിട്ട് നമ്മൾ IO സ്ട്രീമാണ് യൂസ് ചെയ്ത്. നോക്കിക്കേ, ഇവിടെ ആ സ്ട്രീം എന്നുള്ളത് തന്നെയുണ്ട്. അതാണല്ലോ നമ്മളിവിടെ പറയുന്നത് സ്ട്രീം ഫങ്ഷൻസ്. ഇത് തന്നെ സ്ട്രീം ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, ഇനി നോക്കുക, ഈ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ്സിൻ്റെ കൂട്ടം, ഗ്രൂപ്പ് ഓഫ് ബൈറ്റ്സ് എന്നാ. ഓക്കെ, അപ്പോൾ നോക്കുക, ദീസ് ഫങ്ഷൻസ് ആർ ജനറലി കോൾഡ് സ്ട്രീം ഫങ്ഷൻസ് സിൻസ് ദേ അലോ എ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ഓർ ഡേറ്റ ടു ഫ്ലോ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഒബ്ജക്ട്സ്. എന്തുകൊണ്ടാണ് ഈ ഫങ്ഷനെ സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നതെന്നാ. ദീസ് ഫങ്ഷൻസ് ആർ ജനറലി കോൾഡ് സ്ട്രീം ഫങ്ഷൻസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് they allow a stream of bytes. ഞാൻ പറഞ്ഞു സ്ട്രീം, ഒരു ബൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ കൂട്ടത്തിനെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഒബ്ജക്റ്റ് എന്ന്. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഈ ഫങ്ഷൻസിൻ്റെ അകത്ത്, അതായത് ഈ സ്ട്രീം ഫങ്ഷൻസിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത് കീബോർഡോ അല്ലെങ്കിൽ മോണിറ്ററോ ആയിരിക്കും. കീബോർഡോ അല്ലെങ്കിൽ മോണിറ്റർ. നമുക്കറിയാം കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസും മോണിറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രീം ഫങ്ഷൻസിൻ്റെ അകത്ത് ഡേറ്റ എങ്ങനെ ഫ്ലോ ചെയ്യുമെന്നാണ്, ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഒബ്ജക്റ്റ്. മെമ്മറിയും ഒബ്ജക്റ്റും. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയാണ്, റാം ആണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ കീബോർഡ് ഓർ മോണിറ്റർ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിവൈസസ് ലൈക്ക് കീബോർഡ് ആൻഡ് മോണിറ്റർ ആർ റെഫറൻസ്ഡ് ആസ് ഒബ്ജക്റ്റ് ഇൻ C++. നമുക്കിനി നോക്കാം, ഈ സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഔട്ട്പുട്ട്. നോക്കാം എന്താണ് ഇൻപുട്ട് ഫങ്ഷൻസ്. ഇൻപുട്ട് ഫങ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇൻപുട്ട് എന്നുള്ള ആ വേർഡ് കേൾക്കുമ്പോൾ അറിയാം ഗെറ്റ് ആണ്. ഗെറ്റ്. ഓക്കെ, ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് ഇൻപുട്ട് ഫങ്ഷൻസിനകത്തുള്ള. ഫസ്റ്റ് വൺ ഈസ് ഗെറ്റ് ഫങ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗെറ്റ് ലൈൻ ഫങ്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഹെഡർ ഫയൽ നമുക്കറിയാം IO സ്ട്രീം ആണ്. ഇൻപുട്ട് ഫങ്ഷൻസ് എന്തായിരിക്കും? ദീസ് ഫങ്ഷൻസ് അലോ ദ ഇൻപുട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ് ഡേറ്റ. നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞു, ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ ഫങ്ഷൻ്റെ അകത്ത് നോക്കുക, സ്ട്രീം ഫങ്ഷൻസിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും പറ്റും സ്ട്രിങ്സും പറ്റും ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ചെയ്യാനാണ്. എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി either ക്യാരക്ടർ ഓർ സ്ട്രിങ്. ദ ഇൻപുട്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്? ഗെറ്റ് ഫങ്ഷൻ ആൻഡ് ഗെറ്റ് ലൈൻ ഫങ്ഷൻ. allow a stream of bytes to flow from input object. ഈ ഇൻപുട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയാമോ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ജസ്റ്റ് മുമ്പ് പറഞ്ഞതാണ്, ഇൻപുട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡാണ്. കീബോർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കീബോർഡിൽ കൂടി കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ടു ദി മെമ്മറി. അങ്ങനെയുള്ള നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സ്ട്രീം ഫംഗ്ഷൻ allow a stream of data to flow between മെമ്മറി ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഇൻപുട്ട് ഫംഗ്ഷൻ്റെ അകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ പ്രധാനമായിട്ടും ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനുമാണ്. ഇറ്റ് അലോ എ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ടു ഫ്ലോ ഫ്രം ഇൻപുട്ട് ഒബ്ജക്റ്റ്. ഇൻപുട്ട് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കീബോർഡിനെയാണ്. ഇൻറ്റു മെമ്മറി. മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് റാമാണ്. ഓക്കെ, നമുക്കറിയാം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് Cin. Cin റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? കീബോർഡിനെയാണ്. ദ ഒബ്ജക്റ്റ് Cin, കാരണം Cin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് എന്നാണ്. ഇൻപുട്ട് ചെയ്യുന്ന നമുക്കറിയാം, ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഡിവൈസ് അത് കീബോർഡാണ്. ദ ഒബ്ജക്റ്റ് Cin ഈസ് യൂസ് ടു റെഫർ ടു കീബോർഡ് ആൻഡ് ഹെൻസ് whenever we input data using keyboard, these functions are called or invoked using this object as. ഇവിടെ നോക്കുക, നമ്മൾ Cin ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഓപ്പറേറ്ററിൻ്റെ പേര് ഡോട്ട് ഓപ്പറേറ്റർ എന്നാണ്. ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിടുകയാണ്. പിന്നെ പീരിയഡ് സിമ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഗെറ്റ് ഫംഗ്ഷനും പിന്നെന്താണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷനും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത് നമുക്കറിയാം. ഇത് കീബോർഡിൽ കൂടി ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് Cin. ഇതിൻ്റെ ഇടയ്ക്ക് ഡോട്ട് ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗെറ്റ് എങ്ങനെ എഴുതും? Cin ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ലൈൻ എങ്ങനെ എഴുതും? Cin ഡോട്ട് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. നോക്കുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പീരിയഡ് സിമ്പിൾ എന്ന് പറയും. ഈ ഡോട്ട് ഓപ്പറേറ്റർ എന്താണ് നോക്കുക. പീരിയഡ് സിമ്പിൾ കോൾഡ് ഡോട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ. എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് നോക്കുക? യൂസ്ഡ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് Cin ആൻഡ് ഫംഗ്ഷൻ. ശരിയല്ലേ? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് Cin. നമ്മൾ നേരത്തെ പറഞ്ഞു Cin എന്ന് പറയുന്നതാണ് നോക്കുക ഒബ്ജക്റ്റ് Cin. കീബോർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ Cin ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ, രണ്ടാമത്തേത് Cin ഡോട്ട് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇൻപുട്ട് ഫംഗ്ഷൻസ് എന്താണ്? ദി ഇൻപുട്ട് ഫംഗ്ഷൻസ് അലോ ഇൻപുട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ് ഡാറ്റ. നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത് ക്യാരക്ടറും പറ്റും സ്ട്രിങ്ങും പറ്റും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് രണ്ടാണ്, ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനുമാണ്. ഇനി നോക്കുക, നമ്മൾ ഗെറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമുക്കറിയാം, നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ്, കീബോർഡിൽ നിന്നാണ് നമ്മൾ ഒരു ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം Cin. Cin എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ് കീബോർഡ്. അപ്പോൾ നമ്മൾ കീബോർഡ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്ററാണ്, ഒരു പീരിയഡ് സിമ്പിൾ. അതെങ്ങനെ എഴുതുന്നത്? Cin ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ, Cin ഡോട്ട് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. ഇനി നോക്കുക, ഗെറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പോവാണ്. ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് പറയുന്ന പേരെന്താ? സ്ട്രിങ്. ത്രൂ ദി കീബോർഡ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഗെറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടറോ. ഗെറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ക്യാരക്ടറും പറ്റും സ്ട്രിങ്ങും പറ്റും എന്നാണ്. സോ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന് പറയുന്നത് സ്ട്രിങ് എന്നാണ്. ത്രൂ എവിടെ നിന്നാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്? ത്രൂ ദി കീബോർഡ്. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഒരു ക്യാരക്ടറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ മതി. എന്നാൽ ഒരു സ്ട്രിങ് ആണെങ്കിൽ നമുക്കറിയാം എന്ത് വേണ്ടി വരും? നമുക്കൊരു ക്യാരക്ടർ അറേ വേണ്ടി വരും. നോക്കുക, ഈ കേസിൽ ക്യാരക്ടർ നോക്കുക char str ഓഫ് 10. ഇവിടെ നമുക്കൊരു സ്ട്രീം ഓഫ് ബൈറ്റ്സ്, അതായത് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു ക്യാരക്ടർ അറേ യൂസ് ചെയ്തു. ഈ കേസിൽ str എന്നാണ് പേര്. അതിൻ്റെ സൈസ് 10 ആണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടറാണ്. സോ ക്യാരക്ടർ അറേ. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ following code segment illustrates the usage of this function. നമുക്കിത് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ ഒരു CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ ഉണ്ട്. str എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഉണ്ട്. അതിൻ്റെ സൈസ് 10.
ഇനി നമ്മൾ നോക്കുക CH അസൈൻസ് ടു നമ്മൾ എങ്ങനെ എഴുതുന്നത് സീൻ ഡോട്ട് ഗെറ്റ്. ഓക്കെ, നമ്മൾ ആ സീൻ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷനാണ് നോക്കുക. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് CH എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഉണ്ട്. CH എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ പർട്ടിക്കുലർ ക്യാരക്ടറാണ്. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് അക്സെപ്റ്റ്സ് എ ക്യാരക്ടർ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ CH. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിനെ CHൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. നമുക്കിതിനെ വേറൊരു രീതിയിൽ എഴുതാം. ഇത്രയും മാത്രം മതി. സീൻ ഡോട്ട് ഗെറ്റ് CH. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ സീൻ ഡോട്ട് ഗെറ്റ് STR എന്ന് പറയുന്നത് അറേയുടെ പേര്, കോമ ഒരു ഇൻറ്റിജർ നമ്പറാണ്, അത് അതിൻ്റെ സൈസാണ്. അക്സെപ്റ്റ്സ് എ സ്ട്രിങ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. നോക്കുക, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നോക്കുക. ഞാനിവിടെ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമുക്കറിയാം അതിൻ്റെ ഡേറ്റ ടൈപ്പ് char എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് സ്ക്രീനിൽ ഒരു മെസ്സേജ് പറഞ്ഞു എൻ്റർ ദി ക്യാരക്ടർ. അപ്പം നോക്കുക, cout എൻ്റർ ദി ക്യാരക്ടർ. നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? CIN CH ഇങ്ങനെയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ, അല്ലേ? നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഈ CH എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു സാധാരണ രീതിയിൽ, CIN CH. എന്നാൽ നമ്മളിവിടെ അതിന് പകരം നമ്മൾ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷനാണ്? ഗെറ്റ് ഫംഗ്ഷൻ. ഇവിടെ ചെയ്തേക്കുന്നത് കണ്ടോ, CIN ഡോട്ട് ഗെറ്റ്. നമുക്കറിയാം ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. CIN ഡോട്ട് ഗെറ്റ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് CH എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ, അത് ഏത് ക്യാരക്ടറാണോ ആ ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് CH എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്തു. ഇനി നമ്മൾ cout CH, ആ CHൻ്റെ അകത്ത് ആ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളിവിടെ എന്ത് ചോദിക്കും നോക്കിക്കേ, എൻ്റർ ദി ക്യാരക്ടർ. നമുക്ക് ഈ ലൈൻ എൻ്റർ ദി ക്യാരക്ടർ. അപ്പം നമ്മളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യുകയാണ്. ഞാൻ A എന്ന് എൻ്റർ ചെയ്തു. ഇനി നോക്കുക, അടുത്ത ലൈനിൽ നോക്കുക. അടുത്ത ലൈനിൽ തന്നെ സീൻ ഡോട്ട് ഗെറ്റ് CH നമ്മൾ കൊടുത്ത ആ ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ CH എന്ന് പറയുന്ന ഈ വേരിയബിളിൽ. ഇനി നമ്മൾ CH പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പം പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിക്ക്, A എന്നുള്ളത് പ്രിൻ്റായി. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തത്? എന്താണ് നമ്മൾ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എൻ്റർ ദി ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു cout സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ CH എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് CIN ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ ആൻഡ് ഇൻ പാരന്തസിസ് ആർഗ്യുമെൻ്റ് ആയിട്ട് CH എന്നുള്ളത് കൊടുക്കുന്നു. cout CH. നമ്മളിവിടെ പറഞ്ഞ എന്താണ്, നമുക്ക് ഇങ്ങനെ ക്യാരക്ടറും കൊടുക്കാം, ഒരു സ്ട്രിങ്ങും കൊടുക്കാവുന്നതാണ്. സ്ട്രിങ് ആണെങ്കിൽ എന്ത് വേണം? ഒരു ക്യാരക്ടർ അറേ വേണം. നമ്മൾ ഈ ഒരു കേസ് നോക്കി, ഈ കേസിൻ്റെ അത് നമ്മൾ ഒരു ക്യാരക്ടർ മാത്രം കൊടുത്തു. നമുക്ക് ഒരു സംശയം കൂടെ തോന്നും, എൻ്റർ ദി ക്യാരക്ടറിൻ്റെ അത് ഞാനിപ്പം കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം C എന്നേ വരത്തുള്ളൂ. കാരണം ഇതൊരു ക്യാരക്ടർ മാത്രം ഗെറ്റ് ചെയ്യാനാണ്. CIN ഡോട്ട് ഗെറ്റ് CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം ഗെറ്റ് ചെയ്യാനാണ്. എനിക്ക് പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊടുത്ത എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഗെറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം CH എന്ന് പറയുന്ന ഈ ക്യാരക്ടർ വേരിയബിൾ പറ്റത്തില്ല. നമുക്ക് അവിടെ എന്ത് വേണം? സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേ വേണം. ഞാൻ അവിടെ STR എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ 10 എന്ന് പറയുന്നത് ഞാൻ ഒരു സൈസും കൊടുത്തു. നമുക്കിവിടെ എൻ്റർ ദി ക്യാരക്ടറിന് പകരം എന്ത് കൊടുക്കാം? എൻ്റർ ദി സ്ട്രിങ് എന്ന് കൊടുക്കാം. ഇനി നോക്കുക, ഇവിടെ എങ്ങനെ വരും? CIN ഡോട്ട് ഗെറ്റ്. നോക്കിക്കുക, അതിൻ്റെ രണ്ടാമത്തെ സ്ട്രിങ്ങാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കിക്കുക, CIN ഡോട്ട് ഗെറ്റ്. നോക്കുക, STR, 10. എന്താണ് STR? STR എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ അറേയുടെ പേര്. ഓക്കെ, അപ്പോൾ CIN ഡോട്ട് ഗെറ്റ്, ഇവിടെ അറേയുടെ പേരെന്താ? STR, 10 എന്ന് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഈ 10ൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് ആ നമ്മൾ ഗെറ്റ് ചെയ്യുന്നതിൻ്റെ അകത്തെ മാക്സിമം സൈസാണ്. അവിടെ ആ 10 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് cout CH അല്ല, നമുക്കിനി പ്രിൻറ്റ് ചെയ്യേണ്ടി എന്താണ്? നമ്മുടെ വാല്യൂ STR എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലാണ്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും? STR എന്ന് കൊടുക്കും. ഇനി ഇത് കമ്പൈൽ ചെയ്യുകയാണ്. നമുക്ക് എൻ്റർ ദ സ്ട്രിങ്. മുമ്പത്തെ എക്സാമ്പിൾ തന്നെ ഞാൻ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. നോക്കിക്കുക, ആൻസർ കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രിങ് തന്നെ കിട്ടി. ക്ലിയർ ആണോ? ഇനി നോക്കുക, ഞാൻ ഇവിടെ സൈസ് 10 കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ 5 എന്നേ കൊടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ ഗെറ്റ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എണ്ണം 5 മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാൻ പോവാണ്.
ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഗസ് ചെയ്യാമോ? അതായത് ഇവിടെ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഗെറ്റ് ചെയ്യുകയാണ് എന്താണ് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ STR എന്ന് പറയുന്ന അറേയിലേക്ക്. പക്ഷേ സൈസ് പറഞ്ഞിരിക്കുന്നത് 5 ഉള്ളൂ. 10 വരെ സ്റ്റോർ ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ 5 കൊടുത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇതിൻ്റെ അകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ആൻസർ ഇതിൻ്റെ അകത്തെ 5 ക്യാരക്ടറാണ്. ഏതൊക്കെയാണ്? 1 2 3 4 5. COM എന്ന് കിട്ടണം എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. നോക്കിക്കേ എത്ര ക്യാരക്ടേഴ്സ് വന്നു നോക്കിക്കേ. 1 2 3 4. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പിയും കൂടെ വരാമല്ലോ, 5 ക്യാരക്ടേഴ്സ് എടുക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് COMPUവും കൂടെ വരാത്തത്? 1 2 3 4 5. അതായത് 1 2 3 4 യു വരെ എടുക്കാം 5 ക്യാരക്ടർ. പക്ഷെ ഇവിടെ നോക്കിക്കാൻ 4 വരെ വന്നുള്ളൂ. നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നൾ ക്യാരക്ടർ ആണ് അല്ലേ? അതിനുവേണ്ടി സ്പേസ് ഇവിടെ മാറ്റി വെച്ചേക്കുക. അപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 എണ്ണേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് എന്ന് പറയുന്നത് നൾ ക്യാരക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിൾ നമുക്കൊന്നും കൂടെ നോക്കാം. അതായത് നമ്മൾ ഒരു ക്യാരക്ടറെ ഡിക്ലെയർ ചെയ്തു, എൻ്റെ പേര് STR എന്നാണ്. എൻ്റർ ദ സ്ട്രിങ് എന്ന് ചോദിച്ചു. ആ സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ് ആണ്, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഗെറ്റ് ചെയ്യേണ്ടത് ആ STR എന്ന് പറയുന്ന അറേയിലേക്കാണ്. അതിൻ്റെ ഞാനിവിടെ കൊടുത്തേക്കുന്നത് 5 ആണ്. ഇവിടെ 10 കൊടുക്കാം, പക്ഷെ ഞാനിവിടെ 5 വരെ ഉള്ളത് മതിയെന്ന് പറഞ്ഞേക്കുവാണ്. 10 വരെയാണ് മാക്സിമം. ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഗെറ്റ് ഫംഗ്ഷൻ്റെ 2 യൂസേജ് നമ്മൾ കണ്ടു. ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നോക്കിക്കുക, ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്തു അല്ലേ? നമുക്കൊന്നും കൂടെ നോക്കാം. ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്തു. നോക്കുക, ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിൻ്റെ അകത്ത് നോക്കിക്കുക, ഈ ഗെറ്റ് ഫംഗ്ഷൻ സെയിം ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു സ്ട്രിങ്ങിനെയും അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗെറ്റ് ഫംഗ്ഷൻ ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ. സിംഗിൾ ക്യാരക്ടർ മതിയെങ്കിൽ ഒരു ക്യാരക്ടർ വേരിയബിൾ മതി. മൾട്ടിപ്പിൾ ക്യാരക്ടർ അതായത് സ്ട്രിങ് വേണമെങ്കിൽ ഒരു ക്യാരക്ടർ അറേയും കൂടെ വേണം. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രിങ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ദീസ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓൺ ക്യാരക്ടർ ആൻഡ് സ്ട്രിങ്. ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനും ക്യാരക്ടറിലും പറ്റും, സ്ട്രിങ്ങിലും പറ്റും. എൻ്റെ ഹെഡർ ഫയൽ എന്താണ്? IOStream. എങ്ങനെയാണ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? #include IOStream. ഓക്കെ, ഇതിനെ എന്തുകൊണ്ടാണ് സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? ദീസ് ഫംഗ്ഷൻസ് ആർ ജനറലി കോൾഡ് സ്ട്രീം ഫംഗ്ഷൻ സിൻസ് ദേ അലോ എ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ടു ഫ്ലോ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഒബ്ജക്ട്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഇങ്ങനെ മെമ്മറിയിലും ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേസിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡോ അല്ലെങ്കിൽ മോണിറ്ററോ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻസ് അലോ ഇൻപുട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ് ഡേറ്റ. ഇതിന് 2 ഫംഗ്ഷൻസാണ് യൂസ് ചെയ്യുന്ന, ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷൻസും. നമ്മൾ ഗെറ്റ് ചെയ്യാൻ വേണ്ടി കീബോർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന cin ആണ്. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും നമ്മളൊരു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ഒരു സൈഡിൽ ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് cin എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അകത്ത് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എഴുതുന്നത് cin.getFunction, cin.getLine എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഗെറ്റ് ഫംഗ്ഷൻ നോക്കുക, ഇവിടെ get.ch എന്ന് കൊടുത്തു. അപ്പം നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ a എന്ന് കൊടുക്കുവാണെന്ന് നോക്കി, ഇവിടെ a എന്നുള്ള വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യും. ഇനി എനിക്ക് a എന്നുള്ള ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ, ഒറ്റ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ ഞാൻ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യും? cin.getCh. എനിക്ക് നമ്മൾ ഇപ്പോഴത്തെ കേസിൻ്റെ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റോർ ചെയ്യണം. നമുക്കറിയാം CH എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1 ബൈറ്റേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യും അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, STR10 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് നോക്കുക. 10 സ്പേസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ cin.getSTR10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുത്താൽ അത് എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഇവിടെ O എന്ന് വരും, ഇവിടെ M എന്ന് വരും, ഇവിടെ P എന്ന് വരും, U, T, E, R. ഇനി നോക്കുക, ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്കറിയാം ഒരു നൾ
ക്യാരക്ടർ വരും ആണല്ലോ. ഇവിടെ നോക്കുക 10 ക്യാരക്ടേഴ്സ്. ഇനി ഇവിടെ ഇതൊരു 5 ആയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴതാ കണ്ടത്, ലാസ്റ്റ് എക്സാമ്പിളിൽ കണ്ട ഇതാണ് 5 ആണെന്ന് നോക്കുക. 1 2 3 4. ബാക്കി ഈ സ്പേസ് എടുക്കത്തില്ല. അവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരുമായിരിക്കും? ഇവിടെ ഒരു നൾ ക്യാരക്ടർ വരും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻസിൻ്റെ അകത്തെ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് പഠിച്ചത്. നോക്കുക, ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് ആ വീഡിയോയിൽ കാണിക്കുന്ന ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത സെക്ഷനിൽ നമുക്ക് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ എന്നുള്ള പുതിയ ഫംഗ്ഷൻ പഠിക്കാം. താങ്ക് യു.